തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വെഡിങ് ഡെസ്റ്റിനേഷനായി, ഒരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനായി വെഡ്സിന്റെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് ഇനോഗ്രേഷൻ നിർവഹിച്ചത്. പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ആയ രശ്മിക മന്ദാനയാണ് ഇനോഗ്രേഷന് ചീഫ് ഗസ്റ്റ് ആയിട്ട് എത്തിയത്. അപ്പൊ എന്തുകൊണ്ടും വളരെയധികം അഭിമാനകരമായിട്ടൊരു നിമിഷത്തിൽ എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് വെഡ്സ് ഇന്ത്യയുടെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള അൻവർ സാറും അതോടൊപ്പം തന്നെ അമീൻ സാറും ആണ്. നമസ്കാരം രണ്ടുപേർക്കും ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. കഴിഞ്ഞ കുറെ നാളുകളായി വലിയൊരു പരിശ്രമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലായിരുന്നു എന്ന് പറയായിരിക്കും, ആ വാക്ക് ഉപയോഗിക്കായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ അതിനിടയിൽ നമ്മളെല്ലാവർക്കും പല പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ചും കാലാവസ്ഥ പോലുള്ള ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആൻഡ് ഫൈനലി നമ്മൾ ആ ഒരു ഇവന്റ് വളരെ ഗംഭീരമായി ഫിസാഡ്സ് ആൻഡ് ഇവന്റ്സ് ഉൾപ്പെടെയുള്ള എല്ലാവരും ഒരുമിച്ച് ചേർന്ന് സക്സസ്ഫുൾ ആയി അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്താണ് സാറിന് പറയാനുള്ളത്? കരുനാഗപ്പള്ളിക്കാര് വെഡ്സിന്റെ ഏറ്റെടുത്തു എന്നതിന് നമുക്ക് ഇതിൽ പരം ഒരു തെളിവ് വേറെ കൊടുക്കേണ്ടതില്ല. എന്താ പറയാനുള്ളത്? തീർച്ചയായും ഇത്രയും ഒരു വലിയ ഒരു പ്രതികൂല കാലാവസ്ഥയിൽ ഇത്രയും ഒരു ജനക്കൂട്ടം ഉണ്ടാവുന്ന ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കാരണം അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ഫിസ ഇവന്റ്സ്, ഇല്യാസ് ഭായ്, അനറ്റയും എല്ലാവർക്കും ആദ്യമേ നന്ദി അറിയിക്കുന്നു. എനിവേ അവരുടെ വിശ്വാസം, ഈ കൂടിയ ആൾക്കാരുടെ വിശ്വാസം നമ്മൾ എന്തും നിലനിർത്തുവാൻ മാക്സിമം പരിശ്രമിക്കുക, മാക്സിമം അല്ല നിലനിർത്തുക തന്നെ ചെയ്യും. എന്തൊക്കെ പുതിയ കളക്ഷൻസ് ആണ്, എന്തൊക്കെ വെറൈറ്റീസ് ആണ് കരുനാഗപ്പള്ളിക്ക് എക്സ്ക്ലൂസീവ് ആയി വെഡ്സ് ഇന്ത്യ ഒരുക്കിയിട്ടുള്ളത്? വരുന്ന ഓരോ കസ്റ്റമറിനും ഒരു പ്രത്യേക ഒരു തീമാണ്. നമ്മുടെ ഇങ്ങോട്ട് നോക്കുമ്പോൾ, സൗത്ത് കേരളത്തിലോട്ട് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു തീം ആദ്യമായിട്ടാണ്. നമ്മളിപ്പോ കണ്ണൂർ, കാസർഗോഡൊക്കെ പോകുമ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും. അതെ അതെ. ഈ സൗത്ത് കേരളത്തിലോട്ട് വരുമ്പോൾ ഈ ട്രെൻഡ് ഫസ്റ്റ് ഞങ്ങളാ ചെയ്യുന്നത്. ഇനി ഉറപ്പായിട്ടും ആൾക്കാർ ചെയ്യുമായിരിക്കാം, പക്ഷെ ഫസ്റ്റ് ടൈം ഞങ്ങളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ വരുന്ന കസ്റ്റമേഴ്സ് ഇപ്പൊ ഭയങ്കര അത്ഭുതം അവർക്ക് ഇത്രയും ഒരു ആംബിയൻസ് എങ്ങനെ, ആ എക്സൈറ്റ്മെന്റ് അവരുടെ മുഖത്ത് തന്നെ ഉണ്ട്. അതും ആ പ്രൈസിങ് കാണുമ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതം. ഇത്രയും ആംബിയൻസിൽ ചെയ്തിട്ട് ഇത്രയേ ഉള്ളൂ എന്നാണ് ചോദിക്കുന്നത്. അത് കളക്ഷൻ കണ്ടിട്ട് അവർ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അവരുടെ സന്തോഷമാണ് നമുക്ക് വേണ്ടത്. തീർച്ചയായിട്ടും എല്ലാം കൊണ്ടും കോർഡിനേറ്റ് ചെയ്യപ്പെട്ട ഒരു ഗ്രാൻഡ് സക്സസ് ആയിരുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ചത് ഏറ്റവും വലുത് ഞങ്ങളെന്നാണ്. അത് അഹങ്കാരം പറയുന്നില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ആൾ എന്താവണം? ഏറ്റവും വലുതായിരിക്കും. അങ്ങനെ ഞങ്ങൾ രശ്മിക മന്ദാനെ കൊണ്ടുവന്നു. പക്ഷെ ഞങ്ങൾ എങ്ങനെ സർവീസ് കൊടുക്കും എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് രശ്മിക മന്ദാന. കാരണം ഇത്രയും ക്ലൗഡിനിടയിൽ അവരെന്തോ ഒരു സപ്പോർട്ടാ ചെയ്തത്. ഭയങ്കര അത്ഭുതമായിപ്പോയി. നന്നായിട്ട് കാര്യങ്ങള് ഫിസ ഇവന്റ്സും ബാക്കി കുറെ ആൾക്കാർ എല്ലാരും ഇതിന് വേണ്ടി പ്രവർത്തിച്ച A-to-Z ആൾക്കാർ എല്ലാം നമ്മുടെ ടീം സൂപ്പർ ആയിരുന്നു. അപ്പൊ സാർ പറഞ്ഞ പോലെ ഏറ്റവും വലുത് നോക്കുമ്പോൾ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഫിസാഡ്സ് ആൻഡ് ഇവന്റ്സ്, അത്രത്തോളം സെലിബ്രിറ്റി ഇവന്റ് മാനേജ്മെന്റ് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബാക്ക് ബോൺ തന്നെ പറയാം നമുക്ക് വെഡ്സ് ഇന്ത്യയുടെ സക്സസിൽ. ഞങ്ങൾക്കൊക്കെ അതിൽ വളരെയധികം പ്രൗഡ് ഉണ്ട്. അത് വെഡ്സ് ഇന്ത്യയോട് ചേർത്ത് ഫിസയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നതിന്റെ ഒരു അവസരം തന്നതിൽ അപ്പൊ വളരെ സന്തോഷം. സാറും വളരെ ഹാപ്പിയാണ്, നമ്മുടെ ടീമും വളരെ ഹാപ്പിയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗുഡ് ലക്ക്, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.